അതുകൊണ്ട് മനസ്സിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സ് തന്നെയാണ് കാലമെന്നും അത് സൈക്കോളജിക്കൽ ആൻഡ് ക്രോണോളജിക്കൽ എന്നിങ്ങനെ രണ്ട് വിധങ്ങൾ ഉണ്ടെന്നും പരാമർശിക്കുകയുണ്ടായി. അതൊന്ന് വ്യക്തമാക്കി തരുമോ? ആരാ അത് പറഞ്ഞു വെച്ചാൽ അവരോട് തന്നെ ചോദിക്കേണ്ടതാകുന്നു. മനസ്സിനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സ് തന്നെയാണ് കാലം. മനസ്സാണ് കാലത്തെ സൃഷ്ടിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. മനസ്സാണ് കാലത്തെ സൃഷ്ടിക്കുന്നത്. മനസ്സ് പ്രകാശിക്കാത്തപ്പോൾ കാലം പ്രകാശിക്കുമോ? ഏയ്, ഒന്നുമില്ല. ഒരു കാലവും അവിടെ കാലമുണ്ടോ? മനസ്സ് പ്രകാശിക്കണില്ലെങ്കിൽ കാലമുണ്ടോ? ഇല്ല. നോക്കൂ, നമ്മളൊരു വളരെയധികം കാര്യപരിപാടികൾ, വിശ്രമമില്ലാത്ത അവസ്ഥ, ഒട്ടും വിശ്രമമില്ല. അങ്ങനെ വളരെ ക്ലേശിച്ച് അപ്പോൾ കുറച്ച് ശാരീരികമായിട്ട് ചില രോഗങ്ങളും വന്നു. അപ്പോൾ രോഗമൊക്കെ വന്നു. പിറ്റത്തെ ദിവസം പരിപാടി കൊല്ലം ജില്ലയിലൊരു സ്ഥലത്താണ്. അപ്പോൾ പോകാൻ വയ്യ. എന്നാലും അവർ സംഘാടകരെത്ര വിഷമിക്കും. അവരൊക്കെ പരിപാടി നോട്ടീസൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ പോയില്ലെങ്കിൽ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ച് പോയി. അവിടുന്ന് 2-3 പ്രാവശ്യം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ കയറി കടന്നു. ഒരു 1.5 മിനിറ്റ് അത്രയേ ഉണ്ടാവുള്ളൂ. 1.5 മിനിറ്റ്, അതിൽ കൂടുതലില്ല. അപ്പോൾ ചെറിയൊരു ശബ്ദം പോലെ ഉണ്ടോയെന്നൊരു സംശയം ട്രെയിനിൽ. നോക്കുമ്പോൾ ട്രെയിൻ കൊയിലാണ്ടിക്ക് അങ്ങനെ പോവുക, കോഴിക്കോടും കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ആൾ വാഹനം കൊണ്ട് വന്നിട്ടുണ്ട്. ട്രെയിൻ തന്നെയാണേ. അപ്പോൾ ഇവിടുന്ന് വാഹനം കൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എലത്തൂർ പാലം അങ്ങനെ കയറുക. എത്ര മിനിറ്റ് ആയിട്ടുണ്ട്? 1.5 മിനിറ്റ്. എത്ര മിനിറ്റ് ആയിട്ടുണ്ട് ജാഗ്രത ലോകത്തിൽ? ഒരു 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ജാഗ്രത ലോകത്തിൽ ഒരു 8.5 മണിക്കൂറോളായിട്ടുണ്ട്. എൻ്റെ അനുഭവം ഒരു 1.5 മിനിറ്റ് എന്നാണ്. അത്രയേ ഉള്ളൂ. അല്ലാന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്, നിങ്ങളുടെ അനുഭവമല്ല. അപ്പം മനസ്സ് വിലയിച്ചപ്പോൾ കാലമില്ല. അതാണ്.